ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം ന്യായീകരിച്ച് സംസാരിക്കും. കൂട്ടത്തിൽ അദ്ദേഹം ഗദ്ഗതകണ്ഠനായി പറഞ്ഞത് അദ്ദേഹത്തെയും സംശയമേയും തെറ്റിപ്പിച്ചു, അവരെ അകറ്റി, അതിന് ബാഹ്യശക്തി ഇടപെട്ടു എന്നും അത് ബിദ്അത്തിന് കാരണമായി, അതിന്റെ വളർച്ച കാരണമായി എന്നൊരു ഭാഗമുണ്ട്. നേരെ പിറ്റേ ദിവസമാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത സമയങ്ങളിലാണ് നമ്മുടെ പ്രസ്ഥാന രംഗത്ത് നിൽക്കുന്ന വന്യരാകുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതുപോലെ മുസ്തഫ അഹമ്മദ് മുണ്ടർ പോലുള്ള ആളുകൾ ആ വാക്കിനെ കോട്ട് ചെയ്തുകൊണ്ട് ബാഹ്യശക്തികളെ ഉദ്ധരിച്ചും 10-30 വർഷക്കാലത്തെ പ്രാസ്ഥാനിക രംഗത്തുള്ള അനുഭവത്തിന്റെ ഒരു പരിചയം എന്ന നിലക്ക് ഈ പ്രശ്നം അല്ലെങ്കിൽ കാന്തപുരം പോയതും അദ്ദേഹത്തെ മാറ്റി നിർത്തിയതും അല്ലെങ്കിൽ ഭിന്നിപ്പെന്നൊക്കെ പറയാം, അത് പ്രാസ്ഥാനിക രംഗത്ത് ഭയങ്കര തകർച്ചയുണ്ടാക്കി, അത് ബിദ്അത്തിന് മേൽക്കോയ്മ ഉണ്ടാക്കിയ പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യക്തത ആവശ്യമുള്ള ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പുതിയ തലമുറ അതിനെപ്പറ്റി ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാന്തപുരത്തിന്റെ 80 മുതലുള്ള ഈ കാലയളവിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ഇക്കാലയളവിൽ സമസ്തക്കുണ്ടായ വിഷയങ്ങൾ, അത് നേട്ടമാണെങ്കിൽ നേട്ടം, അല്ല ഇവർ പറഞ്ഞ പോലെ കോട്ടമാണെങ്കിൽ ആ കോട്ടം, ബിദ്അത്തിന്റെ വികാസം, നമ്മൾ മനസ്സിലാക്കിയത് ബിദ്അത്തിന്റെ ധാരാളം ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾ അത് പരസ്പരം തമ്മിൽ തല്ലി ഭിന്നിച്ച് തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ സമസ്തയുടെ മേൽവിലാസത്തിൽ ധാരാളം സംവിധാനങ്ങളും സ്ഥാപനം വളർന്നതിന് കാഴ്ച. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കമന്റ് കൂടി സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ദൗർഭാഗ്യകരമായ ചേരിതിരിവുണ്ടായതിനു ശേഷം ബിദ്അത്ത് വളർന്നു എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ബിദ്അത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചത് പിൽക്കാലത്തുണ്ടായ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞാലും രണ്ടു കൂട്ടരും ബിദ്അത്തിനെ ശക്തമായി എതിർക്കുന്ന രണ്ട് ടീമാണല്ലോ. ഒരു കൂട്ടരെ എതിർത്തിരുന്ന സമയത്ത് മറുകൂട്ടരും കൂടി എതിർക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടും ശക്തമായി എതിർത്തപ്പോൾ സ്വാഭാവികമായും ബിദ്അത്ത് ശോഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബിദ്അത്ത് വളർന്നു എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പിന്നെ മാത്രമല്ല, അവരുടെ ചില പ്രവർത്തനങ്ങളും സംഘടനയുടെ പിളർപ്പും പല തരത്തിലും പല ചേരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ബിദ്അത്ത് വളർന്നു എന്ന് പറയുന്ന വാദം 100% തെറ്റാണ്. മാത്രമല്ല, ബിദ്അത്തുകാരാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊരു ലാഞ്ചന പഴയ ഉസ്താദുമാരുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം, അന്ന് ഈ സംഭവ വികാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ച പുസ്തകം അദ്ദേഹം എഴുതിയത് ആദ്യം അവരുടെ പത്രത്തിലാണ്, സിറാജ് പത്രത്തിൽ വന്നതാണ്. അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ആ പുസ്തകം ഇറക്കിയത്. അപ്പോഴാണ് മാനു മുസ്ലിയാർ ഒരിക്കൽ സുന്നി മഹലിൽ വന്നിട്ട് വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, ഇതിന് കൃത്യമായ ഒരു മറുപടി വേണം, അത് പത്രത്തിൽ എഴുതണമെന്ന് പറഞ്ഞ് എന്നെ ചുമതലപ്പെടുത്തി PP മുഹമ്മദ് ഫൈസി, അതുപോലെ തന്നെ മരിച്ചുപോയ കക്കാട് ജിഫിരി തങ്ങൾ, PVS മുസ്തഫ എന്നുള്ള അടക്കമുള്ള പല ആളുകളും, അങ്ങനെ ഈ ആളുകളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരൊക്കെ ഒരു സദസ്സിലാണ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ പറഞ്ഞത്, ഇതിന് വ്യക്തമായൊരു മറുപടി എഴുതണം, ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു തരാം, സമത എഴുതണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് എഴുതി ചന്ദ്രിക പ്രസിദ്ധീകരിച്ചു, അതൊന്നുകൂടി വിപുലമാക്കി ക്രോഡീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു പുസ്തകമാക്കി. ഈ പുസ്തകമാക്കാൻ വേണ്ടി ഇത് മാനു മുസ്ലിയാർ കൊണ്ടുപോയി A to Z അദ്ദേഹം വായിച്ചു. മാനു മുസ്ലിയാർ A to Z വായിച്ച് എഡിറ്റ് ചെയ്തു. മാനു മുസ്ലിയാർ കേവലം ഒരു പണ്ഡിതനല്ല, നല്ല കവിയും നല്ല പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് പത്രപ്രവർത്തനം അറിയാം. അദ്ദേഹം ഇത് എഡിറ്റ് ചെയ്ത് അദ്ദേഹം തന്നു. ഇത് ആധികാരികമായി നന്ദി ദാറുസലാം അറബി കോളേജിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികൾ ഷിഫ ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞ ശംസുലമ ഫൗണ്ടേഷൻ അവർ പ്രസിദ്ധീകരിച്ച് കോഴിക്കോട് വെച്ച്. ഈ പുസ്തകം മാനു മുസ്ലിയാർ പിന്നെ വായിച്ച് അദ്ദേഹം എഡിറ്റ് ചെയ്ത ശേഷം അദ്ദേഹം ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ചില ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നല്ലാതെ ബിദ്അത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഈ പിളർപ്പുണ്ടായത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ കാരണം കൊണ്ടാണ് ഈ പിളർപ്പുണ്ടായത് എന്ന രീതിയിൽ ഒരു വരി പോലും മാനു മുസ്ലിയാർ ഇതിൽ ചേർത്തിട്ടില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം ചേർക്കുമായിരുന്നു. ഇത് ഹർഫം ബി ഹർഫ് മാനു മുസ്ലിയാർ വായിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം അനുമതി എന്നത്. പത്രത്തിൽ എഴുതിയപ്പോൾ വായിച്ചു, പിന്നെ ഇത് പുസ്തകമാക്കിയപ്പോഴും വായിച്ചു. ഞാൻ വീണ്ടും ഇത് പറയുന്നത്, അത്ര കറക്റ്റായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് തന്ന് ഇത് എന്നോട് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞിട്ട് ഒരിക്കലും ഇതിൽ അങ്ങനെ ഒരു ബാഹ്യശക്തിയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ സ്വാധീനങ്ങൾ അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള വാദം ശരിയല്ല എന്ന് ഈ രേഖ വെച്ചാണ്, നമ്മുടെ അഭിപ്രായം ഇതിൽ പറയാൻ പറ്റില്ല, ഈ രേഖ വെച്ചാണ് നമ്മൾ പറയുന്നത്. അത്രയും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയും. അല്ലാഹു അഅലം. ഇവിടെ പരാമർശിച്ച വിഷയങ്ങൾ സംക്ഷിപ്തമായിട്ട് സംസാരിച്ച് പറഞ്ഞു.
SKSF-ന്റെ ദീർഘകാല സാഹിത്യം വഹിച്ച പ്രഭാഷകരും എഴുത്തുകാരും സംഘാടകരുമാണ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി നാസർ പിശിക്കുടത്തയൊക്കെ. അപ്പം നേരത്തെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ്, ഈ കാന്തപുരത്തിൻ്റെ പ്രസ്താവന ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പറയുകയല്ല, സ്വാഭാവികമാണ്. ആ പ്രസ്താവനയെ ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരു വാദഗതി സുന്നി ജമാഅത്തിൻ്റെ തളർച്ചയ്ക്ക് അല്ലെങ്കിൽ ബിദ്അത്തിന്റെ വളർച്ചയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായി എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ദീർഘ 19 വർഷ കാലഘട്ടത്തിലുണ്ടായ ധാരാളം വിഷയങ്ങളും സമസ്യകളുമുണ്ട്. കാന്തപുരം ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വിഷയങ്ങളുമുണ്ട്. ഇപ്പോൾ കുവൈത്തി കരാറ്, അതുപോലെ ചെറുശ്ശേരി ഉസ്താദുമായി ബന്ധപ്പെട്ട തൊലാഖിൻ്റെ വളവരം തലാഖിൻ്റെ വിഷയങ്ങൾ, മാസപ്രഭി വിഷയങ്ങൾ, മുടി അടക്കമുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സുന്നി ജമാഅത്തിൻ്റെ വികാസം, അതിൻ്റെ തളർച്ചയെ ബന്ധപ്പെട്ട ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട ഓണംപള്ളിയും നാസർവദിയൊക്കെ നടത്തിയാൽ അത് കൂടുതൽ ഗുണപരമായിരിക്കും. അസ്സലാമു അലൈക്കും. ഇവിടെ സമദ് സാഹിബ് വളരെ കൃത്യമായി അതിൻ്റെ ചരിത്രരേഖകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഇനി കൂടുതൽ ദീർഘമായി പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം അതിലെല്ലാം വളരെ കൃത്യമായ ക്ലാരിഫിക്കേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ തലമുറ അറിയേണ്ട ഒരുപാട് സംഭവങ്ങളാണ്. സ്വാഭാവികമായും ഇതൊക്കെ മറന്നു പോകണമെന്ന് വേറൊരർത്ഥത്തിൽ നമ്മൾ വിചാരിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, സമുദായ അന്തരീക്ഷം വീണ്ടും കലങ്ങാതിരിക്കാനാണ്. പക്ഷേ അതിൽ സംഭവിച്ചൊരു കാര്യം, ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാന്യനായ AP അബൂബക്കർ മുസ്ലിയാർ ഈ സമീപകാലത്ത് അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുമായി തെറ്റിപ്പിരിയാനുള്ള കാരണം ചില ആളുകളാണ്. ബാഹ്യം എന്നോ ആന്തരികം എന്നൊന്നും പറഞ്ഞിട്ടില്ലാണെന്ന് എനിക്ക് തോന്നുന്നത് ചിലരെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാഹ്യം എന്ന് പിന്നെ നമ്മളുണ്ടാക്കിയ വ്യാഖ്യാനമാണ്. ഒരുപക്ഷെ ആ ചിലരിൽ ബാഹ്യശക്തികളായി ചിലരുണ്ട് എന്ന് പറയാൻ ഒരുപക്ഷെ എനിക്ക് തോന്നാറുള്ളത് ഇപ്പോൾ CPM-നെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്നാണ്. കാരണം മൂപ്പരുടെ കൂടെ ഏറ്റവും കൂടുതലുണ്ടായത് അവരാണ്. ഇപ്പോഴും ചിലപ്പോൾ ചിലരുടെ കൂടെയൊക്കെ ഉള്ളതും അവരാണ്. അപ്പോൾ ആന്തരികം എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെങ്കിൽ ബാഹ്യമല്ല, ആന്തരികമാണ്. കാരണം സമസ്ത ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ കൂടെ നടന്ന ആളാണ്. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ചിലരിപ്പോൾ ഈ ബാഹ്യമായി ഇടപെടേണ്ട ഒരു ഉദാഹരണം പറയാട്ടോ. ഒരു ഉദാഹരണം, പിന്നെ മറ്റേ മാറാട് കലാപാനന്തരം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ SKSF-ന്റെ പ്രസിഡൻ്റായിരിക്കെ നമ്മളെല്ലാവരും ഉണ്ടത് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ച വന്നു. തങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മാറാട്ടേക്ക് ഒരു പ്രക്ഷോഭയാത്ര. എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയണം. ആ സമയത്ത് എല്ലാവരും വികാരഭരിതരായിട്ടാണ് ആ സംഭവം ചെയ്യണമെന്ന് നിർബന്ധിച്ചു. അങ്ങനെ തീരുമാനം എടുത്തു, ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അന്ന് തൃശ്ശൂർ ഞാനൊരു ബസ്സൊക്കെ ഏൽപ്പിക്കാൻ പോകുമ്പോൾ കാശ് വാങ്ങണമല്ലോ, കുറച്ച് കാശ് പിരിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വളരെ പ്രമുഖനായ ഒരു മുതലാളിനെ കണ്ട് കുറച്ച് കാശ് പിരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളെപ്പോലല്ല ഉസ്താദുമാരൊക്കെ ഉസ്താദ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ശരിയായില്ല, ഇതൊരു അപക്വമായ തീരുമാനമാണ്, നിങ്ങളത് ചെയ്യുന്നതിൻ്റെ വലിയ ആഘാതം എന്താണെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊരു വളരെ കൃത്യമായി അദ്ദേഹം അത് പറഞ്ഞു. ഞാൻ സത്യത്തിൽ അതിനൊരു മറുപടി അപ്പോൾ പറഞ്ഞില്ല. കാരണം ചില ആ മറുപടി പറയാൻ എനിക്കും തന്നെ തോന്നിയില്ല. കാരണം അത് കുറച്ച് വൈകാരികമാണെന്ന് അന്ന് തന്നെ എനിക്ക് തന്നെ മനസ്സിലുണ്ട്. കുറച്ച് വൈകാരികമായി പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ സംഘടന തീരുമാനിച്ചൊരു തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കണമല്ലോ. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് ഈ പ്രക്ഷോഭയാത്ര ആ മാർച്ച് നടക്കുന്നതിൻ്റെ അന്നോ എന്നുണ്ടായത് തലേന്നോ, മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ SKSF-ന്റെ സംസ്ഥാന നേതാക്കളെ വിളിച്ചു. ആ പരിപാടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അതൊരു ബാഹ്യ ഇടപെടലാണെന്നാണ് ഇവർ പറഞ്ഞത്. നമ്മളൊക്കെ അത് കറാമത്തായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഈ കഴിഞ്ഞ കാലം ഈ 10-30 കൊല്ലത്തിനിടയിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ പറയാറ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ ഒരു കറാമത്ത് പോലെ. കാരണം ഞാൻ തന്നെ ആ കാശ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ വർത്താനം തരുമോ, ഞങ്ങൾ ഈ ചെറുപ്പക്കാരായ ഒരു സംഘടനയുടെ നേതാക്കൾ മാത്രമൊന്നുമല്ല, ഞങ്ങൾക്കൊരു വലിയ ടീം മുകളിലുണ്ട്, അവരാണ് അവസാനം തീരുമാനം എടുക്കുന്നത്. അത് പോപ്പുലർ ഫണ്ട് വന്ന സമയത്ത്, NDF വന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചു. ഞങ്ങളൊക്കെ എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ടാവും. മഹാനായ നാട്ടിക ഉസ്താദ് അതിന് മനോഹരമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് പിന്നെ മൂത്ത വിങ്ങുണ്ട് കൂട്ടരെ, യൂത്ത് വിങ് മാത്രമല്ല എന്ന്. ഞങ്ങൾ അതെന്നെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ യൂത്ത് വിങ്ങുകാരോ, അതായത് ഞങ്ങൾ ചെറുപ്പക്കാരെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ അവിവേകമാണെന്ന് തോന്നുന്നിടത്ത് മൂത്ത വിങ് ഇടപെടുന്നതും അത് കൃത്യമായി അത് നടപ്പിലാക്കുന്നതും ഞങ്ങൾ അഭിമാനപൂർവ്വം കാണുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ബാഹ്യ ഇടപെടലായിട്ട് ചിലർ ചിത്രീകരിക്കുന്നുണ്ട്. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ബാഹ്യ ഇടപെടലുകാരനാണെന്നാണ് ഇപ്പോൾ പറയണത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. സത്യത്തിൽ ഇതൊന്നും അല്ലാതെ ഇതൊക്കെ കൃത്യമായി നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നേതാക്കൾ അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന, ഇപ്പോൾ ബാപ്പു മുസ്ലിയാർ എന്നോട്, ഞാൻ SKSF ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ദേശീയ കമ്മിറ്റി നിലവിൽ വന്നു.
ബഹുമാന്യനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായി വന്ന ഒരു ദേശീയ കമ്മിറ്റി, അത് ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം അന്ന് നാസർ ഭായ് സെക്കൻഡ് ബാംഗ്ലൂർ പോയി ദേശീയ കമ്മിറ്റി പരിപാടിയൊക്കെ നടത്തി. അതൊരു വലിയ സംഭവമായിട്ട് പുറത്തു വന്നപ്പോൾ ബാപ്പു സ്ലേരനെ വിളിച്ചു പറഞ്ഞു, ആ തൽക്കാലം ഇപ്പോൾ അത് വേണ്ട അവിടെ, കാരണം ദേശീയ കമ്മിറ്റി ഇപ്പോൾ ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊരു അഭിപ്രായം പറഞ്ഞു. സമസ്ത ചില തീരുമാനങ്ങൾ എടുക്കണം, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അവിടെ ഫ്രീസ് ചെയ്തു. അങ്ങനെ ഫ്രീസ് ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉദാഹരിക്കുന്നത് ഇതൊക്കെ ബാഹ്യ ഇടപെടലാണെന്ന്. അങ്ങനെയല്ല, മറിച്ച് അതൊക്കെ സംഘടനയുടെ നേതൃത്വമാണ്. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇടപെട്ടുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ മുടി വിവാദം തുടങ്ങുന്ന അന്ന് ആ ദിവസത്തിൻ്റെ തലേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം ആ പരിപാടി മാറ്റിവെക്കണം. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടാണ് ഞാൻ സൂചിപ്പിക്കണത്. ആ തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തന്നെ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചു. അന്ന് തങ്ങളെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ തങ്ങളുടെ ഒരു നിർബന്ധമായി നിർത്തിവെക്കാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഞാനത് പറഞ്ഞപ്പോൾ ഉടനെ തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പാണക്കാട്ടേക്ക് വരും, നമുക്കത് തങ്ങളുടെ സംസാരിക്കാം. ഞാൻ ആറ്റപ്പൂനോട് സംസാരിച്ചു. എൻ്റെ കൂടെ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടായി. ഹമീദ് വൈസി ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മുസ്തഫാഷ് ഉണ്ടായിരുന്നു, അതുപോലെ ഷാഹുൽ മാഷ് വെൽമുറി ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. സംസാരിച്ചു. തങ്ങളത് ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് പരിപാടി നടന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളിലും അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില ആശങ്കകൾ അവർ നമ്മളോട് പ്രകടിപ്പിക്കുന്നു എന്നത് അതിന് ബാഹ്യമായിട്ടല്ല കണ്ടത്. സമസ്തയുടെ ഉപാധ്യക്ഷനാണ് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന്, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ തരത്തിലുള്ള പല കാര്യങ്ങളെയാണ് ഇവർ ഈ രീതിയിൽ ഇപ്പോൾ ചില സഹോദരന്മാർ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ നേതാക്കൾ ആയിട്ടുള്ള, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാക്കളായ ചിലർ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആ ഒരു അപകടവും അബദ്ധവുമാണ്. അതേസമയം അന്നുണ്ടായത് നമ്മൾക്കിതിൽ വിഷയം എന്താ വെച്ചാൽ, ഇതിൽ ബാഹ്യ ഇടപെടലുകൾ അന്നുണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തെ നിരാകരിക്കലാണ്, നമ്മുടെ സ്വത്വത്തെ നിരാകരിക്കലാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവത്തെ തലമുറകളിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഇങ്ങനെ കുറഞ്ഞു വരുമെങ്കിലും ഞങ്ങൾ ഈ തൊട്ടടുത്ത തലമുറ എന്ന നിലക്ക് ഇപ്പോൾ സമദ് സാഹിബൊക്കെയാണ് ആ സമയത്തെ ടീം. അത് കഴിഞ്ഞുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നടത്തിയ പ്രസംഗങ്ങളിലും പ്രഭാഷണങ്ങളിലും ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒറ്റ കാര്യത്തിലാണ്, അന്നുണ്ടായ പ്രശ്നങ്ങളിൽ ഉസ്താദുമാരെ ധിക്കരിച്ചു പോയവർ, ആ സമയത്ത് സമസ്തയുടെ കൂട്ടായ തീരുമാനങ്ങൾക്കെതിരായി നിന്നവർ, ആ രീതിയിൽ ഉണ്ടാക്കപ്പെട്ട കാന്തപുരം APO അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾ അത് അബദ്ധവും തെറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് ഈ സമുദായത്തിൽ ആ രീതിയിൽ പ്രസംഗിച്ചു നടന്ന, അതിനുവേണ്ടി എഴുതിയ ആളുകളൊക്കെ ഇരിക്കെ തന്നെ പിന്നെ അതൊരു ബാഹ്യ ഇടപെടലിൻ്റെതാണ് എന്ന് പറയുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന, അവരോടെങ്കിലും ചെയ്യുന്ന. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയും മുനീറിനെതിരെയും അതുപോലെ മറ്റ് മന്ത്രിമാർക്കെതിരെയുമാണ് ഷഹർ മുബാറക്കിനേക്കാൾ കൂടുതൽ അവർ സംസാരിച്ചത്. കാരണം അവരുടെ പ്രശ്നം ഷഹർ മുബാറക് അല്ല, അവരുടെ അജണ്ട മറ്റൊന്നാണ്. ഞാൻ ആ CD-യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. കേരള ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ആരവർക്ക് പിന്തുണ കൊടുത്താലും, ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും അതാ വിഷയം, അടിസ്ഥാനപരമായ വിഷയം അതാണ്. മന്ത്രിപ്പട ശിലാസ്ഥാപനത്തിന് പങ്കെടുത്തു. അതിന് ഞങ്ങൾ എന്ത് വേണം കൂട്ടരെ, നിങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കുക, അവരെ ഞങ്ങൾ അയച്ചു തരാം. അതിന് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കണം. നിങ്ങൾ ഈ ചീത്ത പറയുന്ന സദസ്സിലേക്ക് അവരെ അയക്കാൻ പറ്റുമോ? നിങ്ങൾ നല്ല നല്ല പണിയെടുക്കുക, അത് നിങ്ങൾ നന്നാക്കട്ടെ. ഇനി എന്താണെന്നറിയോ, ലീഗിന്റെ മന്ത്രിമാരെ പരാജയപ്പെടുത്തും എന്ന ഭീഷണിയാണ്. കാന്തപുരത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ബുദ്ധമാണ് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അടുത്ത ഇലക്ഷനിൽ ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണം എന്ന് പറയാനുള്ളതല്ല. അത് ഈ രാജ്യത്തുള്ള മുസ്ലിം കുട്ടികൾക്ക് സംസ്കാരവും അതുപോലെ പരിശുദ്ധ ഖുർആനും അതുപോലെ നിസ്കാരവും നോമ്പും മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, പ്രായമുള്ളവരോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തോട് എങ്ങനെ സംവദിക്കണം എന്നത് പഠിപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഇവരുടെ ബോർഡ് ഇവിടെ ലീഗ് മന്ത്രിമാരെയും ലീഗിന്റെ MLA മാരെയും
പരാജയപ്പെടുത്തണം തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രഖ്യാപിക്കാനും അത് തീരുമാനിക്കാനും പ്രമേയം അവതരിപ്പിക്കാനുമുള്ളതാണ്. ഞങ്ങളുടേത് മതപ്രവർത്തനമാണ്, നിങ്ങളുടേത് ആരോടെല്ലാമോ ഉള്ള വിദ്വേഷം തീർക്കാനുള്ള പ്രവർത്തനമാണ്. പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ നിജസ്ഥിതി അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. SMF-മായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന പോലെ ഉന്നത കേന്ദ്രങ്ങളിൽ സജീവമായ ചർച്ചയും ആശങ്കയും പങ്കുവെക്കുന്ന സമയമാണ്. അതിനിടയിലാണ് സംഘത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി തുറന്ന ഓഫീസ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ ഉദ്ഘാടനം ചെയ്ത വിവരം നമ്മൾ അറിയുന്നത്. സ്വാഭാവികമായ സംശയങ്ങളുണ്ടാകും. ഇവിടെ SMF-ൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആര്? ഉണ്ടെങ്കിൽ ജിഫ്രി തങ്ങൾ എങ്ങനെയാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്? MT ഉസ്താദും കൊയ്യോട് ഉസ്താദും എന്തുകൊണ്ട് പങ്കെടുത്തു? പ്രശ്നം പരിഹരിക്കേണ്ടത് അവരല്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായും പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ പഴുതിലൂടെ തങ്ങൾ സത്യമായിരുന്നു എന്ന് അടിക്കടി ഓർമ്മപ്പെടുത്തുവാനുള്ള അവസരമായി സുഹാബി പക്ഷവും കാണുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ കൽബിയായിക്കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പേരിൽ സമസ്തയുടെ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകർ മാറ്റി നിർത്തിയ ഏതാനും ആളുകൾ ഉമ്മത്തിൻ്റെ ഭൂപടത്തിൽ പിടിച്ചു നിൽക്കാൻ പഴുതില്ലാത്ത വിധം വിഷമിച്ച ഇവർ ഒരു അഡ്രസ്സിന് വേണ്ടിയായിരുന്നു ഖാദി ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. പാവപ്പെട്ട പാണക്കാട് കുടുംബങ്ങളെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഖാദി ഫൗണ്ടേഷൻ രൂപീകരിച്ചു. അതിൻ്റെ മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും യോഗങ്ങളും പഞ്ചായത്ത് തോറും നടത്തി, മേഖലയിൽ, ജില്ലയിൽ, സംസ്ഥാനത്ത് വിപുലമായി നടത്തി. പക്ഷേ അണികളുടെ ചോർച്ചയും അനുബന്ധമായുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മയും കാരണത്താൽ, കൃത്യമായി അതിനൊരു അജണ്ട പോലും നിശ്ചയിക്കാൻ ഇല്ലാത്ത കാരണത്താൽ ഖാദി ഫൗണ്ടേഷൻ മരണത്തിന് സമാനമായി ഒതുങ്ങിക്കഴിഞ്ഞു. രണ്ടാമത് അവർ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചുകൂടി സമസ്ത സംരക്ഷണ വേദി രൂപീകരിച്ചു. പുറം ലോകം കാണാൻ കഴിയാത്ത വിധം അതിനും മൃത്യു വരിക്കേണ്ടി വന്നു. പിന്നീട് അവർ പിടിച്ചത് ബഹുമാനപ്പെട്ട SMF-നെയായിരുന്നു. SMF-ലാകുമ്പോൾ സമസ്തയുടെ ഉസ്താദുമാരും സഹപ്രവർത്തകരും അടക്കമുള്ള ദീനി സ്നേഹികളും നിഷ്കളങ്കമായി സമസ്തയെ സ്നേഹിക്കുന്നവരുമായിരുന്നു. അവരെ ഒഴിവാക്കിയാലേ തങ്ങളുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ബോധ്യമായവർ സമസ്ത SMF-ന്റെ ഭരണഘടനയെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ഇത് 2014 SMF-ന്റെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയിൽ ബഹുമാനപ്പെട്ട സമസ്തയെ നേരിട്ട് അംഗീകരിച്ച ഈ വിഷയത്തിൽ പറയുന്നത് SMF-ൽ ആരെല്ലാം പങ്കാളികളാവണമെന്നാണ്. അതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആരെല്ലാം വരണം, ഏതെല്ലാം വിഭാഗത്തിൽ വരുന്നവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നാണ്. അതിൽ ഭരണഘടനയിൽ പറയുന്നത് ഒന്ന് നോക്കാം നമുക്ക്. സമസ്തയുടെ കീ ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് ഓരോന്നും, അഥവാ SKSF-ൽ നിന്ന്, SYS-ൽ നിന്ന്, SMF-ൽ നിന്ന്, റേഞ്ചിൽ നിന്ന് അനുബന്ധമായിക്കൊണ്ടുള്ള ഈ സമസ്തയുടെ ഓരോ കീ ഘടകങ്ങളിൽ നിന്നും ഓരോ പ്രതിനിധികൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്ന 5 ആലിമീങ്ങളും ഉണ്ടായിരിക്കണം. 2014 പുറത്തിറക്കിയ SMF-ന്റെ ഭരണഘടനയിൽ ഉള്ളതാണ്. എന്നാൽ 2022-25 തെരഞ്ഞെടുപ്പിന്റെ ഭാഗ്യമായി ഇറക്കിയ മാനുവലും ഇതേ കാര്യം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പള്ളിയിലെ ഖത്തീബ്, അതല്ലെങ്കിൽ മുദർരിസ്, SYS, SKSF, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇവയുടെ ഭാരവാഹികൾ SMF-ൽ അംഗത്വം എടുക്കേണ്ടതാണ്. എന്നാൽ ഗതികെട്ടാതെ നടക്കുന്ന ഈ വിഭാഗം തട്ടിക്കൂട്ടിയ മാനുവലാണ് ഇത് 2025-28 ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട പള്ളിയിലെ ഖത്തീബിനെ മാറ്റിവെച്ചു, മുദർരിസിനെ മാറ്റിവെച്ചു, ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിനിധിയെ മാറ്റിവെച്ചു,
SYSന്റെ പ്രവർത്തകരെ മാറ്റിവെച്ചു, SKSFന്റെ പ്രവർത്തകരെ മാറ്റിവെച്ചു. എന്നിട്ട് അവർ ഇഷ്ടപ്പെടുന്ന, അവരുടെ കൊക്കിൽ ഒതുങ്ങുന്ന, അവർക്ക് റാൺമൂളികളായി മാറുന്ന ഏതാനും ആളുകളെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുമായി മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ, സമസ്തയെ സ്നേഹിക്കുന്ന പ്രവർത്തകര്, അവർ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാരോട് പരാതി പറഞ്ഞു. നിങ്ങൾ ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസറാണ്, അതുകൊണ്ട് ഇതിൽ പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞു. കാര്യങ്ങളെ ബോധ്യമായി മനസ്സിലാക്കിയ അപ്പോൾ അദ്ദേഹം MT ഉസ്താദ് മുഷാവറയിലേക്ക് ചർച്ച കൊണ്ടുവരുന്നു. മുഷാവറ തീരുമാനിക്കുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തണം. അങ്ങനെ 2025 ജൂലൈ 16 ഈ വിഷയത്തിൽ ഒരു തീരുമാനം വന്നു. അതിന് മുമ്പ് 6/5/2025 ഒരു സമിതി നിശ്ചയിച്ചിരുന്നു. സമിതി നോക്കാം. 1 സയ്യിദ് ജഫ്രി മുത്തുകോയത്തങ്ങൾ, 2 MT അബ്ദുള്ള മുസ്ലിയാര്, 3 കൊയ്യോട് ഉമർ മുസ്ലിയാര്, 4 ഉമർ ഫൈസി മുക്കം, 5 AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, 8 ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, 9 വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി. ഈ ഉസ്താദുമാർ അഥവാ മുഷാവറ അംഗങ്ങൾ സമിതിയിലായ ഒരു സമിതി കാര്യങ്ങളെ പഠിച്ചു. അവർക്ക് ബോധ്യമായി SMFന്റെ പോക്ക് റോങ് ആണ്, അത് പിടിച്ചു കെട്ടണം. അങ്ങനെ അവർ മുഷാവറയിലേക്ക് തീരുമാനങ്ങൾ അവർ കണ്ടെത്തിയ ആശയത്തെ മുഷാവറയിലേക്ക് വെച്ചു. 3 കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട SMFന്റെ പ്രവർത്തനം 1 വർഷത്തേക്ക് മാത്രം നിജപ്പെടുത്തുക. എന്നിട്ട് അതിനുശേഷം നിയമാനുസൃതമായിക്കൊണ്ട് ഇലക്ഷൻ നടത്തിക്കൊണ്ട് അതിനുശേഷം മാത്രം പ്രവർത്തനങ്ങളെ സമീപിക്കുക. രണ്ടാമത്തെ കാര്യം, സമസ്തയുടെ മുഷാവറ നിശ്ചയിക്കുന്ന ഉന്നത സമിതിയുടെ കീഴിലായിരിക്കണം പ്രവർത്തനം നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ 1 വർഷത്തിൽ നടത്തണമെങ്കിൽ അതിന്റെ മേൽനോട്ടം ഈ മുഷാവറ അംഗം നിർവഹിക്കണം. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ നടത്തിയതിനു ശേഷമാണ് മുഷാവറ ഈ കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനമെടുത്തത്. ഇനി നമുക്കൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 14 ഉപസംഘടനകളുണ്ട്. ഏറ്റവും വലുത് SMF ആണ്. അതിന് താഴെയാണ് ഓരോ ഘടകങ്ങളും കടന്നു വരുന്നത്. ആ ഘടകത്തിൽ ഏറ്റവും ചെറുത് SBV ആണ്, അഥവാ മദ്രസ കുട്ടികളാണ്. ഈ 14 ഉപസംഘടനകളിൽ സമസ്തക്ക് തലവേദന സൃഷ്ടിച്ചത് SMF ആണ് എന്ന് ദുഃഖത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ നിലപാടുകളെ വകവെക്കാതെ, സമസ്തയുടെ നിലപാടുകൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ട്, സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ആൾക്കൂട്ടമായി സമസ്തയെ മാറ്റുന്നു, അല്ലെങ്കിൽ SMFനെ മാറ്റുന്നു. ഇത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സമസ്ത ഇതിന്റെ ഭരണഘടനയിൽ പറയുന്ന, SMFനോട് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ യഥാവിധി മനസ്സ വാച കർമ്മണ അംഗീകരിക്കുന്നവരായിരിക്കണം ഇതിന്റെ മെമ്പർമാർ എന്നാണ്. എന്നാൽ ഇന്നത്തെ SMFന്റെ പ്രവർത്തകർ ആരൊക്കെയാണ്? സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ വരെ ഇന്ന് SMFന്റെ ഔദ്യോഗിക ഭാരവാഹികളാണ്. ചില്ലറ കാര്യമല്ല ഇത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പോകുന്നത് SMFന്റെ വലിയ വലിയ നേതാക്കന്മാരാണ്. അനുബന്ധമായിക്കൊണ്ട് സമസ്തയെ നിരവധി തവണ നിരന്തരമായി ആക്ഷേപിക്കുന്നവർ ആരാണ്? SMFന്റെ ആളുകളാണ്. സമസ്തയുടെ ആലിമീങ്ങളെ, മുഷാവറ അംഗങ്ങളെ പരിഹസിക്കുന്നവർ സമസ്ത SMFന്റെ ആളുകളാണ്. സമസ്ത പുറത്താക്കി ആളുകളെ താലോലിച്ചു കൊണ്ടു നടക്കുന്നവർ SMFന്റെ പ്രവർത്തകരാണ്. ഇങ്ങനെ SMF എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തക്കുള്ളിലെ വിദ്അത്തിന്റെ, സമസ്ത വിരുദ്ധരുടെ സ്ലീപ്പർ സെല്ലായി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. ഈ സാഹചര്യത്തിലും എന്തുകൊണ്ട് ജിഫ്രി മുത്തുകോയത്തങ്ങളാപ്പ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു? വളരെ ഗൗരവത്തെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഓരോ മനുഷ്യനും ഓരോ മാന്യത ഉണ്ടാകും, വ്യക്തിത്വം ഉണ്ടാകും. ആ മഹാമനുഷ്യന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, ക്ഷണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ തങ്ങളുപ്പാപ്പാല മനസ്സിലുണ്ടാവില്ലേ, നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ അനുസരിക്കുന്നു, പക്ഷേ സമസ്ത മുഷാവറ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? സ്വാഭാവികമായൊരു ചിന്ത ഉണ്ടാവില്ലേ? ഇതൊരു മാന്യന്മാർക്ക് യോജിച്ച പരിപാടിയാണോ നിങ്ങൾ ഈ പറയുന്നത്? സമസ്തയുടെ മുഷാവറ തീരുമാനിച്ച തീരുമാനങ്ങൾ വിരുദ്ധമായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ
പ്രയാസപ്പെടുന്നത്. മറുഭാഗത്ത് ആരൊക്കെയാണ് വരുന്നത്? ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് വരുന്നു, നാസർ ഫൈസി കൂടത്തായി വരുന്നു, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ വരുന്നു, ഷാഫി ഹാജ് വരുന്നു. അങ്ങനെ പ്രഗത്ഭരായ ആളുകൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജഫ്രി തങ്ങളാപ്പാനെ വിളിക്കുമ്പോൾ എന്താണ് തങ്ങളാപ്പ പറയേണ്ടത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാന്യത എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, അത് ചില വ്യക്തി ഗുണങ്ങളാണ്. മഹാനായ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ സ്വർണ്ണമോതിരം ധരിച്ചതായി കണ്ടു. ഉടനെ പ്രവാചകർ അത് ഊരിയിട്ടു. കൂടെയുള്ളവർ, പ്രവാചകർ കടന്നു പോയപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, ആ മോതിരം എടുത്ത് മറ്റു കാര്യം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ മഹാമനീഷി പറഞ്ഞു, അത് എനിക്ക് യോജിച്ചതല്ല, എൻ്റെ കയ്യിൽ നിന്ന് റസൂലുള്ള ഊരിയെടുത്ത ആ മോതിരം ഇനി ഞാൻ ഉപയോഗിക്കില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെയുള്ള വിഷയം മോതിരം പുരുഷന് ധരിക്കാൻ പാടില്ല എന്നാണ്. മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് തെളിവല്ല. പക്ഷെ ഈ സഹോദരൻ മനസ്സിലാക്കിയെന്താണ്? എന്നോട് എൻ്റെ റസൂലുള്ള പറഞ്ഞല്ലോ എന്നാണ്. ഇതാണ് മാന്യത എന്ന് പറയുന്നത്. ഞങ്ങളെ നിയന്ത്രിക്കാൻ സമസ്ത മുഷാവറയെ തീരുമാനിച്ചല്ലോ, ഞങ്ങളുടെ വിഷയത്തിൽ സമ്മതി നിശ്ചയിച്ചല്ലോ. അപ്പോൾ ഞങ്ങളുടെ പോക്ക് റോങ് ആണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒതുക്കം വേണമല്ലോ, ഞങ്ങൾക്കൊരു പുനഃപരിശോധന വേണമല്ലോ എന്നായിരുന്നു SMFന്റെ ആളുകൾ ചിന്തിക്കേണ്ടിയിരുന്നത്. പകരം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട മാന്യന്മാരായ സമസ്തയുടെ ഉസ്താദുമാരെ വീണ്ടും കെണിയിൽ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കണം, ആരെല്ലാം പോയി ഉദ്ഘാടനം ചെയ്താലും, ആരെല്ലാം അവരുടെ മാന്യതയെ വെച്ച് മൗനം പാലിച്ചാലും സത്യം തന്നെയാണ്. സമസ്ത മുഷാവറയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കൂട്ടം തന്നെയാണ് SMF എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹല്ല് കാരണവന്മാരോട്, മഹല്ലിലെ നിരപരാധികളായ സഹോദരന്മാരോട്, ഉമറാക്കളോട് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2014 കൊണ്ടുവന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കൊണ്ടാണ് ഇന്നത്തെ SMFന്റെ പ്രവർത്തനം. അവർക്ക് ഏതാനും ചില ആളുകൾക്ക് വേദി ലഭിക്കണം, സ്റ്റേജ് ലഭിക്കണം, പേജ് ലഭിക്കണം, കൈമണി ലഭിക്കണം. ഇതിനു വേണ്ടി ചില ആളുകൾ കൂട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടെ പറയുന്ന വിഷയം SMF ചില ആളുകൾ സമസ്ത ലീഗ് വിരുദ്ധരായി കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. ചില ആളുകൾ പാണക്കാട് വിരുദ്ധരായി കടന്നു വന്നിട്ടുണ്ടാണ്. അതിനൊരു കടലാസ് കൊണ്ടുപോലും തെളിവായി ഉദ്ധരിക്കാൻ നിങ്ങൾ കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. ചില ആളുകളെ ചാപ്പയടിച്ച് മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങളുടെ ഹിഡൻ അജണ്ട പുറത്തിലാക്കാൻ കഴിയുള്ളൂ. ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ഇത്. സമസ്തയുടെ ലക്ഷോപലക്ഷം പ്രവർത്തകർ ലൈവിലാണ്. നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ കൃത്യമായി കാണുന്നവരാണ് അവർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട, ജീവിതത്തിൽ പകർത്തുന്ന, അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സമസ്ത പ്രവർത്തകർ ഇക്കാര്യങ്ങൾ, കള്ളക്കളികൾ കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും മുന്നോട്ട് പോകാൻ ഒരാൾ കഴിയില്ല. ബഹുമാനപ്പെട്ട സുപ്രഭാതം തകർക്കാൻ ശ്രമിച്ചത് SMFന്റെ പ്രവർത്തകരില്ലേ? ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുകോയത്തങ്ങൾക്കെതിരെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ച് SMFന്റെ പ്രവർത്തകരില്ലേ? അല്ലെന്ന് പറയാൻ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ കഴിയുമോ? സമസ്ത മുഷാവറയെ കൊച്ചാക്കിയത് നിങ്ങളല്ലേ? സമസ്ത മുഷാവറ പുറത്താക്കിയ വ്യക്തിയെ താലോലിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ SMFന്റെ പ്രവർത്തകരല്ലേ? ഇതെല്ലാം ഞങ്ങൾ മറക്കണമെന്നാണ് പറയുന്നത്. കഴിയില്ല. ഞങ്ങൾ ലൈവ് തന്നെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.